സത്യം പറഞ്ഞ പൂനത്തിനെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട്, അതായത് അവളുടെ കാര്യങ്ങൾ അറിയാൻ എത്രമാത്രം നിങ്ങൾ എക്സൈറ്റഡ് ആണോ അതിന്റെ ഇരട്ടിയാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ്. അപ്പൊ എന്ത് തന്നെയായാലും അവളെ വീഡിയോ കോള് ചെയ്തേ പറ്റത്തുള്ളൂ. ഓനാ അവള് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ചേച്ചി എനിക്ക് വേറെ മാർഗമില്ല, ആത്മഹത്യ മാർഗമുള്ളൂ എന്നാണ്. ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവൾ അവിടെ ചെന്നാണ്, പക്ഷേ ടെറസിലാണ് കിടന്നുറങ്ങിയത്. അതിന്റെ രണ്ട് സൈഡിലും കർട്ടൻ ഇട്ടിട്ട് ആ ഒരു ഇടനാഴിയിൽ വെച്ചിട്ടാണ് അവര് കുളിക്കുന്നത്. നിന്നെ അവിടെ തിരുവനന്തപുരത്ത് വളർത്തിയ അച്ഛനമ്മമാരുണ്ട്. ആ അച്ഛനമ്മമാരെ കുറിച്ചിട്ട് നീ അധികം ആ കാര്യം കൂടി ആൾക്കാർ അവരെ കാണിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ കമന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്ത് തോന്നുന്നു? നീ ഈ സംസ്കാരം ഇത്രയും കാര്യങ്ങളുമായിട്ടെല്ലാം നിനക്ക് ഒത്തുപോകാൻ പറ്റുമോ? എന്നോണ്ട് പറ്റത്തില്ല ചേച്ചി. ഹലോ, ഞാൻ മിനി. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞ പൂനത്തിനെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ട്, അതായത് അവളുടെ കാര്യങ്ങൾ അറിയാൻ എത്രമാത്രം നിങ്ങൾ എക്സൈറ്റഡ് ആണോ അതിന്റെ ഇരട്ടിയാണ് ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ കാശ്മീർ വന്നു. കട്ര വഴി ഇങ്ങനെ കറങ്ങി യാത്രയും പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാരണമുണ്ട്. ഇവിടെ ഞങ്ങള് സിം എടുത്തില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ സിം എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എന്താ പറയാ, ഇതേപോലെ അവളെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സിം എടുത്തു. അപ്പൊ സിം എടുത്ത് നോക്കിയപ്പോഴോ നമ്മുടെ വീഡിയോ കയറി അങ്ങ് 1,00,000 വ്യൂവേഴ്സ് ആയി. ഒരുപാട് കമന്റ് വന്നിരിക്കുന്നു. ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷം. അപ്പൊ പൂനത്തിന്റെ സ്റ്റോറി ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവർക്കും, മീൻസ് ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. അപ്പൊ എന്ത് തന്നെയായാലും അവളെ വീഡിയോ കോള് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോ ഒരുപാട് ആൾക്കാർ എന്താ പറയാ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പൂനത്തിന്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ട് അതെല്ലാം കൂടി ചോദിച്ച് നമുക്കിന്നും പൂനത്തിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. പൂന, എങ്ങനെയുണ്ട് നിന്റെ വീടും വീട്ടുകാരും നാട്ടുകാരും എല്ലാം? എല്ലാവരും നല്ല സ്നേഹത്തിലാണ്. എല്ലാരും വന്നോ നിന്നെ കാണാൻ? എല്ലാരും നിന്നെ കാണാൻ വന്നോ? ദൂരമുള്ള ആൾക്കാരൊന്നും കാണാൻ വന്നില്ല, വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വന്നില്ല. ഓക്കെ. हेलो माँ जी, नमस्ते. नमस्ते नमस्ते, बाय. आप कैसे हो? कैसे हो आप? हाँ ठीक हो? ठीक हो? नाश्ता कर लिया? हाँ, वहाँ यहाँ पहुँच गए. हमारा सिम तो चालू नहीं है ना, इसलिए कॉल नहीं कर सकती. अभी अभी नया सिम लिया है. नया सिम हाँ, हम लोग वो कश्मीर है अब. हाँ कश्मीर. आपका व्रत समाप्त हो गया? नवरात्रि व्रत समाप्त हो गया? आज 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 ഓക്കെ. മൂത്ത ചേട്ടൻ ജോലിക്ക് പോയി. പ്രീതി ഉറങ്ങുന്നു അല്ലേ? പ്രീതി ഉറങ്ങുന്നു. ആ അനിയനെ ഒന്ന് കാണിച്ചേ അനിയൻ. आकाश आकाश वो केरल का लोग है ना, वो बता रहे हैं आप दोनों एक जैसा है. केरल का लोग है ना, केरल का हमारे वहाँ का लोग, वो कह रहे हैं आप दोनों एक जैसा है. देखने में आकाश और पूनम एक जैसा है. यस
അപ്പൊ പൂനത്തിന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സന്തോഷവും ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നിങ്ങളിപ്പോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞു അല്ലെ? അപ്പോ ഇനി അദ്ദേഹത്തിനെ കുറിച്ച് മോശം പറയാനോ നല്ല പറയാനോ ഒന്നും താല്പര്യമില്ല പൂനത്തിന്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഒരു ലൈഫ് അങ്ങനെയാണ്. അപ്പൊ ആ സ്റ്റോറി ഇവിടെ തീർന്നു അല്ലേ? അതവിടെ തീർന്നു ചേച്ചി. കാരണം ഇനി ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു ലൈഫായിട്ട് മുമ്പോട്ട് പോട്ടെ. ഓക്കെ. പറഞ്ഞും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയേണ്ട കാര്യങ്ങളില്ല. ഓക്കെ. അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് നിന്നെ അവിടെ തിരുവനന്തപുരത്ത് വളർത്തിയ അച്ഛനമ്മമാരുണ്ട്. ആ അച്ഛനമ്മമാരെ കുറിച്ചിട്ട് നീ അധികം ആ കാര്യം കൂടി ആൾക്കാർ അവരെ കാണിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാർ കമന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ചിട്ട് എവിടെയും മെൻഷൻ ചെയ്തതോ അല്ലെങ്കിൽ അവരെ കാണാൻ പോകുന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല പൂനം ഇതുവരെ. അപ്പൊ അതെന്താണ്, അതിന്റെ ഒരു വ്യക്തത കൂടി വരുത്തണം. എനിക്ക് അവരോട് വെച്ചാൽ അവരുടെ വീട്ടില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൂടുതലും എന്റെ മൈൻഡിൽ നെഗറ്റീവായ കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അവരോട് എന്നുവെച്ചാൽ അവരെ കാണാനോ മിണ്ടാനോ തീരെ താല്പര്യമില്ല. പിന്നെന്ന് വെച്ചാല് പബ്ലിക്കായിട്ട് എനിക്ക് അവരെ കുറിച്ച് മോശമായിട്ട് പറയാനും തീരെ താല്പര്യം. കാരണം അവർക്ക് രണ്ടുപേർക്കും തീരെ വയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെന്നെ ഇത്രയും വർഷത്തോളം 18 വയസ്സ് വരെ എന്നെ നോക്കിയ സ്ഥിതിക്ക് എനിക്ക് അവരെ കുറിച്ച് മോശമായിട്ട് പറയാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അതായത് അച്ഛനും അമ്മയും നിന്നെ നോക്കി വളർത്തിയ ആ അച്ഛനും അമ്മയോട് നിനക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും നീ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓർക്കുന്നത്. പക്ഷെ അവര് പ്രായം ചെന്ന ആൾക്കാരാണ്, അവർക്കിപ്പോ വയ്യാണ്ട് കിടക്കുന്നല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് പബ്ലിക്കായിട്ട് അവരെ കൊണ്ടുവരാൻ നീ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ മറുപടി. അപ്പോ നീ അവരെ കാണാൻ പോകാത്തതിനും കാരണം അത് തന്നെ ആയിരിക്കും. അതായത് ഈ നെഗറ്റീവ് കാര്യങ്ങൾ നിനക്ക് കൂടുതൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ശരി. അപ്പൊ രാവിലെ എന്താ കഴിച്ചത്? അവിടുത്തെ ഫുഡിന്റെ രീതിയെല്ലാം എങ്ങനെയാണ്? ഫുഡിന്റെ രീതി 3 നേരം ചപ്പാത്തിയാണ്, പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചൊക്കെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്തിരി കുറച്ച് ടൈം എടുക്കും. അതായത് കേരളത്തിലെ ആ ഒരു രീതിയും അതുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ? 3 നേരം ചപ്പാത്തി ആകുമ്പോഴത്തേനും ഒട്ടുമില്ല ചേച്ചി. കാരണം 20 വർഷം കേരളത്തിൽ നിന്നിട്ടുണ്ട്. എനിക്ക് അവരുടെ ഒരു ഇതേ വരുന്നേ ഉള്ളൂ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളെ പിന്നെ വീഡിയോയില് നമ്മൾ എടുക്കുന്ന സമയത്ത് നിന്റെ ഭാവിനെ എല്ലാരും ചോദിച്ചിരുന്നു, തലയിൽ തുണി മറിച്ചിട്ട് എന്താണെന്ന്. അപ്പോ അതിന് നിനക്കൊന്ന് മറുപടി പറയാൻ പറ്റുമോ? അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നല്ല? രീതി എന്ന് പറയുമ്പോ ഇവിടെ കല്യാണം കഴിഞ്ഞാല് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് മുഖം മൂടിയിരിക്കണം. കാരണം മറ്റുള്ളവർ നമുക്ക് ഫേസ് കാണിക്കാൻ പാടില്ല. അത് ഇവിടുത്തെ ആചാരമാണ്. കല്യാണം കഴിഞ്ഞാൽ എപ്പോഴും മുഖം മൂടി വെക്കണം. ഇപ്പം അതുപോലെ തന്നെ ഭർത്താവിന്റെ അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഭർത്താവിന്റെ അച്ഛന്റെ മുമ്പിൽ പോലും പോകാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് പറയുമ്പോ ഇവിടെ മുഖം ആർക്കും കാണിക്കാൻ പാടില്ല കല്യാണം കഴിഞ്ഞാൽ. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് അവിടെ മുഖം മറച്ചിരിക്കണം അല്ലെ? ഒരാളെയും ഫേസ് കാണിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രല്ല, ഭർത്താവിന്റെ പുറത്തുനിന്നുള്ള ആൾക്കാരെ വന്നു കഴിഞ്ഞാലും കാണിക്കാൻ പാടില്ല അല്ലെ? സ്ത്രീകൾക്ക് കുഴപ്പമില്ല, ആണുങ്ങളെ ഫേസ് കാണിക്കാൻ പാടില്ല, ഫേസ് മറച്ചു വെക്കണം. ഓക്കെ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ പിന്നെ എന്താ പറയാ, അച്ഛന്റെ മുമ്പേ, അതായത് ഭർത്താവിന്റെ അച്ഛന്റെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പാടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നു. അതായത് നമ്മളെ വയസ്സിന് മൂത്ത ആരെങ്കിലും വരുന്ന സമയത്ത് ഈ നിന്റെ ഭാവി ഉണ്ടല്ലോ, പ്രീതി അവള് ഇങ്ങനെ രണ്ട് കൈയും കൊണ്ട് അവരുടെ കാലം തടവി കൊടുക്കുന്നത്.
അത് എന്താണ് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ ഭാഷ അറിഞ്ഞൂടാത്തോണ്ട് മനസ്സിലായില്ല. അത് ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ? ഭാവി മാത്രല്ല, എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ? അമ്മയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ മൂത്ത ആൾക്കാരുണ്ടെങ്കിൽ അമ്മ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും അവരുടെ ഒരു രീതി ആയിരിക്കും, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കും ഒരു പക്ഷെ. പിന്നെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു മോളെ, അമ്മ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതായത് ഭർത്താവ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടേ എത്ര തണുത്താലും ഭാര്യക്ക് ഫുഡ് കഴിക്കാനുള്ള അവകാശമുള്ളൂ അല്ലേ? നിനക്ക് എന്ത് തോന്നുന്നു? നീ ഈ സംസ്കാരം ഇത്രയും കാര്യങ്ങളുമായിട്ടെല്ലാം നിനക്ക് ഒത്തുപോകാൻ പറ്റുമോ? എന്നോണ്ട് പറ്റത്തില്ല ചേച്ചി. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, നിനക്ക് കേരളം മതി. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, നിനക്ക് കേരളം മതി. ഓക്കെ, പക്ഷേ ആരും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പൂനത്തിന്. ഒരാൾ വിളിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിന്റെ ചുറ്റുമുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ സംസാരിക്കാനും ഒരുപാട് ആൾക്കാർ കാണാൻ വരാനും എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ നിന്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഫീലിങ്സ് നമുക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. നീ ഇത്രയും ദൂരം ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് പറ, എങ്ങനെയുണ്ട് ഇപ്പൊ നിനക്ക്? എന്തെന്ന് ഫീൽ ചെയ്യുന്നു? ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിത് ഒരു ഡിപ്രഷനായിട്ട് നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു ചേച്ചി ചേട്ടനോട് എന്റെ അച്ഛനെ കണ്ടുപിടിച്ചത്. അപ്പൊ ആരും ഇല്ലാന്ന് വിചാരിച്ചിരുന്നു ഞാൻ. എനിക്ക് എല്ലാരെയും കിട്ടിയപ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും, താമസിക്കാൻ പറ്റും എന്നൊക്കെയായിരുന്നു എന്റെ ഒരു വിചാരം. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയപ്പോ തീരെ പറ്റത്തില്ല. പക്ഷെ എന്നാലും എല്ലാവരും ഉണ്ട്, സ്നേഹിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കാനുണ്ട്, നിനക്ക് ഒരുപാട് സന്തോഷാണ്. പക്ഷെ നിന്റെ അവിടുത്തെ വീട്ടിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിനക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത്. വീടെന്ന് പറയുമ്പോൾ ചെറിയ വീടാണ്, 2 റൂമേ ഉള്ളൂ. അപ്പൊ ഞാൻ കിടക്കുന്നത് ടെറസിന്റെ മുകളിലാണ്. പിന്നെ കുളിക്കാൻ പറ്റുന്ന ബാത്റൂം സെറ്റപ്പ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വീട്ടിലെ. അതായത് 2 റൂമുള്ളത്, അതായത് ഒന്ന് ചേട്ടനും ചേച്ചിയും കിടക്കുന്നു, ഒന്ന് നിന്റെ അച്ഛനും അമ്മയും കിടക്കുന്നു. നീ ടെറസിന്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത് അല്ലെ? ബാത്റൂമും അങ്ങനെ തന്നെ, സൗകര്യം കുറവാണ്. ബാത്റൂം ഇല്ല എന്ന് തന്നെ പറയാം വേണമെങ്കിൽ. ഒരു തുണിയിട്ട് മറിച്ചിട്ടാണ് കുളിക്കുന്നത് അല്ലെ? കർട്ടനിട്ട്. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം കൂടി, നീ എപ്പോഴാണ് ഇനി കേരളത്തിലേക്ക് മടങ്ങുന്നത്? തീരുമാനിച്ചോ? അടുത്ത മാസം വരും. ഓക്കെ, അപ്പൊ വേറെ ചാനലിന് ഇന്റർവ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ പ്രോഗ്രാമിന് വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫ്ലവേഴ്സ് ടിവിനെ എന്നെ വിളിച്ചിരുന്നു, എന്തൊരു കോടീശ്വരൻ്റെതുണ്ടല്ലോ. ഫ്ലവേഴ്സ് ടിവി അല്ലേ, കോടീശ്വരൻ പരിപാടി, അതിന് വിളിച്ചിട്ടുണ്ട്. നാട്ടിലോട്ട് വരുമ്പോ അതിന് പങ്കെടുക്കുന്നില്ലേ? അപ്പൊ നീ പൂന ഫേമസ് ആയല്ലോ. ഓക്കെ, പിന്നെ അല്ലാതെ നിന്നെ വേറെ ആരെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോ? അതായത് ഈ ഒരു കാര്യം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നിന്നെ ആരെങ്കിലും വിളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴും കോൾ ചെയ്യുന്നില്ലേ? ഫ്രണ്ട്സ് ഒക്കെ കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. പിന്നെ പൂന വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ നമ്മൾ അവിടെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു ജനല് കാണിച്ചിട്ട് പറഞ്ഞിരുന്നു ഇവിടെയാണ് എന്നെ അമ്മ കെട്ടിയിട്ടതെന്ന് പണ്ട്. നീ ഭയങ്കര കുറുമ്പുകാരിന്ന് എനിക്കപ്പോ മനസ്സിലായി. പിന്നെ അപ്പോ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴാണ് നിന്നെ മിസ്സായത് എന്നാണ് പറഞ്ഞത്. അത് നീ പറഞ്ഞ കളിച്ചോണ്ടിരിക്കുമ്പോ ട്രെയിനിൽ കയറി വന്നു എന്നല്ലേ? അപ്പൊ അത് എങ്ങനെയാണെന്ന് കറക്റ്റ് ഓർമ്മയുണ്ടോ? അമ്മ പറഞ്ഞ നീ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണെന്ന് ഓർമ്മയില്ല? ഓർമ്മയില്ല. ഞാൻ ഈ സ്റ്റേഷനിൽ കയറുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട്, കളിച്ചോണ്ടിരിക്കുന്നത് ഓർമ്മയിലുള്ളത്. പക്ഷെ ശരിയായി ആവത്തില്ലായിരിക്കാം എന്റെ ഓർമ്മയിൽ വെച്ച് പറഞ്ഞത്. ഓക്കെ, അതായത് കളിച്ചോണ്ടിരിക്കുമ്പോ ട്രെയിനിൽ, അത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കാം കളിക്കുന്നത്, അല്ലെങ്കിൽ നോർമലി കളിക്കുമ്പോ
ട്രെയിനിൽ അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ വരുമ്പോഴായിരിക്കും ഒരു പക്ഷെ ട്രെയിനിൽ കയറി കളിച്ചോണ്ടിരിക്കുമ്പോ ട്രെയിനിൽ കയറിയതായിരിക്കാം ഒരു പക്ഷെ. ആ പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ നീ പിന്നെ അവിടുന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ, അതായത് വൃന്ദാവനിലേക്ക് നമ്മൾ പോയില്ലായിരുന്നു ഒരു ദിവസം. അപ്പൊ വൃന്ദാവനിൽ പോകുന്ന സമയത്ത് വഴിയിൽ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ ഓർക്കുന്നുണ്ട്. അതായത് ഈ ഓവ് ചാലിനെ കൂടിയിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് നാണയം പറക്കിയെടുക്കുന്ന കാര്യം. ആ അതന്നെ, അതുപോലത്തെ എന്തെങ്കിലും കാര്യം പിന്നെ ഓർമ്മ വന്നോ? എന്തെങ്കിലും കാര്യം ചെറുപ്പത്തില്? അതിനുശേഷം പിന്നെ മറ്റേ ജനലിന്റെ മുകളിൽ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ആ ഗ്രിൽ പോലുണ്ട്. അത് ഞാൻ കുഞ്ഞിലുള്ളപ്പോ അത് ഫുള്ള് ഓപ്പൺ ആയിട്ടായിരുന്നു. ഇപ്പൊ അത് ക്ലോസ് ആണ്. ഓക്കെ ഓക്കെ, അതൊരു മാറ്റം ഉണ്ടല്ലേ? അതൊന്ന് മാറ്റമുണ്ട്. അതായത് ആ ടെറസിന്റെ മുകളിലുള്ള ആ ഗ്രില്ലാണോ ഉദ്ദേശിച്ചത്? സ്റ്റെപ്പിന്റെ അവിടെ ജനലുണ്ടല്ലോ, സ്റ്റെപ്പിന്റെ അവിടത്തുള്ള ജനല് പണ്ട് ഓപ്പൺ ആയിരുന്നു, അതിപ്പോ ക്ലോസ് ആയിരുന്നു അല്ലെ? ഇപ്പൊ ക്ലോസ് ആയി. പിന്നെ അതല്ലാതെ കളിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുന്നതോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചെറുപ്പത്തിലെ കാര്യങ്ങള്? എന്തെങ്കിലും ഓർമ്മ വന്നോ ഇത്രയും ദിവസമായിട്ട്? പാദസരം ഉണ്ടാക്കുമായിരുന്നു, അതായത് അമ്മ പാദസരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നീ ഹെൽപ്പ് ചെയ്യുമായിരുന്നു മൂളിപ്പാട്ട് പാടിക്കൊണ്ട്? മൂളലുണ്ടല്ലേ? ആ പിന്നെ ഒരു കാര്യം കൂടി, നീ അന്ന് പറഞ്ഞായിരുന്നല്ലോ ട്രെയിനിൽ വരുന്ന സമയത്ത്, അതായത് ട്രെയിനിൽ നീ അങ്ങോട്ട് മിസ്സാവുന്ന സമയത്ത് ഒരു ഭിക്ഷാടന മാഫിയന്റെ കൂടെ അകപ്പെട്ടു പോയിന്ന് കുറച്ചു ദിവസം. അതിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് എത്ര ദിവസമാണ് അവരെ കൂടെ ഉണ്ടായിരുന്നത്? അത് ട്രെയിനിൽ തന്നെ ആയിരുന്നോ അതോ വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തായിരുന്നോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് അല്ല, ഞാൻ ട്രെയിനിൽ ഇറങ്ങിയ ശേഷമാണ് അവരെ കണ്ടത്. ട്രെയിനിൽ ഇറങ്ങിയ ശേഷം ഏതോ ഒരു സ്റ്റേഷനിൽ ട്രെയിനിൽ ഇറങ്ങിയതിന് ശേഷമാണ് അവരെ കൂടെ ആയത് അല്ലെ? എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല ചേച്ചി. എന്നിട്ട് അവിടെ നിന്ന് നീ രക്ഷപ്പെട്ടു? അവിടുന്ന് രക്ഷപ്പെട്ടു. അവർക്ക് വീടൊന്നുമില്ല, അവരും സ്റ്റേഷനിലാണ് കിടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു ടീമാണ്, അതായത് ഇതുപോലെ നാടോടികൾ തന്നെ ആയിരിക്കാം, അതായത് വീടൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം അല്ലെ? അവരുടെ കൂടെയാണ് കിടന്നത്. അതെ. ആ പിന്നെ നീ ഒരു രക്ഷപ്പെട്ടിട്ട് ഒരു അമ്മൂമ്മ നിന്നെ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞു, വീട്ടില് ജോലി ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? അത് എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? അല്ല, അതും എനിക്ക് ഓർമ്മയില്ല. അതും ഒരു അടുത്ത് തന്നെയാണ്, പക്ഷെ അവർക്ക് ചെറിയൊരു വീടുണ്ട്, പിന്നെ ഒരു കൊച്ചുമോളുണ്ട്. ഒരു കൊച്ചുമോളുണ്ട്, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വീടായിരുന്നു. ഓക്കെ, കുറച്ച് ഇറങ്ങി പോണം. എനിക്ക് തോന്നുന്ന ഒരു 200 മീറ്റർ ദൂരെയാണ്. ഇപ്പം ഓർത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ. അതായത് റെയിൽവേ സ്റ്റേഷന് ഏകദേശം ഒരു 200 മീറ്റർ അകലെയാണ് അവര് വീട് അല്ലെ? ഒരു കൊച്ചുമോളുണ്ട്. അവര് ഇങ്ങനെ അവരും ഇങ്ങനെ ഇതുപോലെ നിന്നെ കൊണ്ട് ജോലി അധികം എടുത്തോണ്ട് അങ്ങനെയാണ് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെ? ഒരു അധികം ജോലി ചെയ്യിപ്പിച്ച്. ഓ, അതായത് അവരുടെ കൊച്ചുമോളെ തണലത്ത് കിടത്തിയിട്ട് നിന്നെ വെയിലത്ത് കിടത്തും. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലെ? ഓക്കെ, അപ്പൊ ഈ കോഴിക്കോട് വന്നതിന് ശേഷം ആദ്യം പറഞ്ഞല്ലോ ആദ്യം ആശ്രമത്ത് കൊണ്ടുപോയിന്ന്. അതെ, ഈ ചിൽഡ്രൻസ് ഹോമിന്റെ അടുത്ത് തന്നെയുള്ള ആശ്രമാണോ അതോ വേറെ? ഓർമ്മയുണ്ടോ അതിനെ കുറിച്ച്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ എങ്ങനെയാണെന്നൊക്കെ? ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതായത് പൂനത്തിന്റെ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞായിരുന്നു ഇതിനു മുന്നേ, അതായത് നീ മിസ് ആവുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം നീ വഴി തെറ്റിയിട്ട് ഏതോ ഒരു ആശ്രമത്തിൽ പെട്ടായിരുന്നു, പിന്നെ അവര് രണ്ടാമത് പോയി വിളിച്ചോണ്ട് വന്നാണ്, അങ്ങനെ ഒരു കാര്യം ഓർമ്മയുണ്ടോ? നീ ഇതിനു മുന്നേ അങ്ങനെ പോയായിരുന്നോ? അതിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല ചേച്ചി. ഒരു ആശ്രമത്തിൽ പോയി നിന്നു എന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നോ അതിന്റെ അടുത്ത്?
അതായത് നിനക്ക് വഴി തെറ്റിപ്പോയി, നടന്നു വരുന്ന സമയത്ത് വഴി തെറ്റിപ്പോയി. അതായത് ഇതിനു മുന്നേ വഴി തെറ്റിയിട്ട് നീ പോയായിരുന്നു. മീൻസ് അവിടെ തന്നെ ഉള്ളത്, മധുരയിൽ തന്നെ ഉള്ള ഒരു ആശ്രമത്തിൽ. അതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തോ അവര് പോയി വിളിച്ചിട്ടാണ് പിന്നെ നീ വന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ആരോ പറഞ്ഞറിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് അമ്മ പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ച് ഓർമ്മയില്ല. ഓർമ്മയില്ല. അപ്പൊ ഈ പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ ഈ ചിൽഡ്രൻസ് ഹോം ഇല്ലേ, അവിടെ പിന്നെ അവിടെ നിന്ന് നീ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടോ? 1-2 പ്രാവശ്യം രക്ഷപ്പെടാൻ നോക്കിയെന്ന് പറഞ്ഞു. അതായത് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോം. ഒന്ന് 4-5 തവണ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയായിരുന്നു. തിരിച്ച് അവിടെ തന്നെ എന്നെ കൊണ്ടിട്ട്. അതെന്തിനായിരുന്നു 4-5 തവണ? അല്ല, ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വന്നില്ല. അപ്പൊ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകണം എന്നൊരു ചിന്തയിലായിരുന്നു. ഓക്കെ. അങ്ങനെയായിരുന്നു 4 പ്രാവശ്യം രക്ഷപ്പെടാൻ നോക്കിയത്? അങ്ങനെയായിരുന്നു. അല്ലാതെ നിനക്ക് അനാഥാലയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടുത്തെ ഒരു ചേച്ചിമാർക്ക് തന്നെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. ചേച്ചിമാർ അടിച്ചിട്ടുണ്ട്? അത് അപ്പത്തെ നമുക്കൊരു ലീഡർ ഉണ്ട്. അപ്പൊ ആ ലീഡറൊക്കെ അടിച്ചിട്ടുണ്ട്. കൊടുക്കൂലി ഇല്ലാതൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. അതായത് ആ ചിൽഡ്രൻസ് ഹോമില് നിങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്നതന്നെ ലീഡർ പെമ്പിള്ളേർ അല്ലെ, ലീഡറായിട്ടുള്ള കുട്ടികള്. ആ കുട്ടികള് മോളെ അടിച്ചിട്ടുണ്ട്, ഉടുതുണി ഇല്ലാതെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അന്നത്തെ കാലത്ത് അടിച്ചായിരുന്നു. ഇപ്പൊ അവിടെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല എന്നാ. അപ്പൊ അതുകൊണ്ടാണ് അതായത് 3-4 പ്രാവശ്യം രക്ഷപ്പെടാൻ നോക്കിയത്. ഒന്ന്, അച്ഛനും അമ്മേനും കാണണം, അച്ഛനും അമ്മയുടെ അടുത്ത് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഒന്ന് ഈ ഒരു പ്രശ്നമായിരിക്കാം, നിനക്ക് അടി കിട്ടുന്നതിന്റെ പ്രശ്നമായിരിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അത് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, മോള് എന്നെ വിളിച്ചത് ഓർമ്മയുണ്ട? എനിക്ക് ഒരു വാടക വീടാക്കി തരണം എന്നുള്ളത് പറഞ്ഞത് ഓർമ്മയുണ്ട? അപ്പൊ അതിനുശേഷം അപ്പൊ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തണമെന്ന്, എനിക്കിപ്പോ ഒരു അച്ഛൻ്റെ അമ്മയുടെ പ്രസൻസ് വേണമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാകുമ്പോഴാണ് നമ്മൾ ഇതിന് മുതിർന്നത് തന്നെ. അത് മീൻസ് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ച തന്നെ. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ഞാനൊരു കാര്യം നിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതായത് നീ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാനാണ് പ്ലാൻ എന്ന് പറഞ്ഞത്, കാസർഗോഡോ എവിടെയോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. അപ്പൊ അവിടെ നിന്ന് ഇറക്കി വിട്ടാല് നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ മോള് പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടാ? പൂനം പറഞ്ഞ മറുപടി ആത്മഹത്യ ചെയ്യാനായിരുന്നു തീരുമാനിച്ചതെന്ന്. അപ്പൊ എന്താ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്. അതെ. അപ്പൊ അതാണ് കാര്യം. ആത്മഹത്യ ചെയ്യാനായിരുന്നു അവള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലല്ലോ. ആ ചിന്ത മാറിയില്ലേ? ഇപ്പൊ ചുറ്റിനും ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷേ എല്ലാരും ഉണ്ട്. ഓക്കെ. ചിന്തിച്ചത് ഓക്കെ. എന്തായാലും അത് നന്നായി. അങ്ങനെ മീൻസ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരുന്നത് നന്നായി. നിനക്ക് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും കിട്ടിയത് നന്നായി, വീട്ടുകാരും കിട്ടിയത് നന്നായി. പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് മോളെ. നീ ഇപ്പോ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് നിനക്ക് അച്ഛനും അമ്മയും കിട്ടണം എന്നുള്ളത്. അതുപോലെ നിന്റെ കൂടെ പഠിച്ച് വളർന്നവരുണ്ടാവൂലേ, അനാഥാലയത്തിൽ തന്നെ പഠിച്ച് വളർന്നവരുണ്ടാവൂലേ, നിന്റെ കൂടെ വളർന്ന കുറച്ച് ആൾക്കാരുണ്ട്, നിന്റെ ഫ്രണ്ട്സ്, അതായത് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവര്. അവർക്ക് ആരെങ്കിലും ഇതുപോലെ മീൻസ് ഇങ്ങനത്തെ ഒരു ആഗ്രഹമോ എന്തെങ്കിലും ഉള്ള ആരെങ്കിലും ഓർമ്മകളോ എന്തെങ്കിലും ഉള്ളത് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിന്നോടത്ത് ഷെയർ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ നീ? പഴയ ആൾക്കാരുമായിട്ട് അവരാരുമായിട്ട് കോണ്ടാക്ട് പഴയ കോണ്ടാക്ട് ഇല്ല? ഇല്ല. അപ്പൊ നീ പൂനം കേരളത്തിൽ വരാനുള്ള കാരണങ്ങൾ നീ കൊറേ പറഞ്ഞല്ലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്തു, നിന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. നീ വായിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ആൾക്കാർ നിന്നെ സ്നേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല, നിന്നോട് സ്നേഹമില്ല ആൾക്കാരുടെ അടുത്ത് നിനക്ക് എന്താണ് പറയാനുള്ളത്? അതായത്
നീ ഇപ്പൊ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാരണങ്ങൾ കുറെ പറഞ്ഞല്ലോ. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാണ് എന്ത് തന്നെ ആയാലും നിന്റെ നമ്മുടെ വളർന്ന സംസ്കാരവും UP-യിലുള്ള സംസ്കാരവും താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെ കേരളത്തിലെ സംസ്കാരമാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളുടെ വീട്ടിലെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു വീട്. അതായത് ഒരു 2 റൂം വീട്, അതിൽ ഓപ്പൺ ടെറസിലാണ് നീ കിടക്കുന്നത്, ബാത്റൂം സൗകര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് ലാംഗ്വേജ് പ്രശ്നം, ഫുഡിന്റെ പ്രശ്നം, അങ്ങനത്തെ എല്ലാം കാര്യങ്ങള്. അപ്പൊ ഇത്രയും കാര്യങ്ങള് കൊണ്ടാണ് കേരളത്തിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പൂനത്തിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളെ കമന്റിലൊക്കെ ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പൂനത്തിനോട് ഭയങ്കര സ്നേഹമാണ്, കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന്. അപ്പോ നമ്മുടെ വീഡിയോ 1 ലക്ഷം കഴിഞ്ഞു, കണ്ടായിരുന്ന? ശ്രദ്ധിച്ചില്ല. ഓക്കെ. അപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ കേരളത്തില്, പൂനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്നു. അവരുടെ അടുത്ത് എന്തെങ്കിലും പൂനത്തിന് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറ, അവർക്കൊരു ഇതായിരിക്കും അത്. ഒന്നുമില്ല, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്കൊരു ജോലി വേണ്ടേ? എനിക്കൊരു ജോലിയും വേണം, പിന്നെ കിടക്കാൻ ഒരു സ്ഥലമാണ്. കാരണം എനിക്ക് ട്രിവാൻഡ്രത്ത് കിടക്കാൻ ഒരു സ്ഥലം ഇല്ല. അതാണ്, ഒരു ജോലിയും ഒരു സ്ഥലവും വേണം മെയിനായിട്ട്. അപ്പൊ എന്തായാലും മോളെ ഒരുപാട് നന്ദിയുണ്ട്. നീ നിന്റെ വിലപ്പെട്ട വീട്ടുകാരോട് ചെലവഴിക്കുന്ന സമയം നമുക്ക് വേണ്ടിട്ട് കുറച്ച് സമയം തന്നതിന് ഒരുപാട് താങ്ക്സ്. പിന്നെ സന്തോഷത്തോടെ കഴിയാ. പിന്നെ അവിടുത്തെ ഭക്ഷണമായിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവര് നിന്നെ ഇപ്പൊ 6 വയസ്സ്, ഞാൻ 2 ദിവസം അവിടെ നിന്ന് കണ്ടിരുന്നു, നിന്നെ 6 വയസ്സുകാരിയായിട്ടാണ് ഇപ്പോഴും അവര് കാണുന്നത്. മനസ്സിലായ? അപ്പൊ ആ ഒരു സ്നേഹവും പരിഗണനയും നീ തിരിച്ചും കൊടുക്കണം അവർക്ക്. അതായത് ഒരു 6 വയസ്സ്, മനസ്സിലായില്ലേ? അമ്മയെ നന്നായിട്ട് നോക്കുക. അച്ഛൻ ഭയങ്കര പാവാണ് അല്ലേ? എനിക്ക് ഭയങ്കര പാവാണ്. പിന്നെ നിന്റെ ദീദി ഉണ്ടല്ലോ, പ്രീതി ഭാവി, അവളും ഭയങ്കര സ്നേഹമാണ്. അവള് പറഞ്ഞു എനിക്കൊരു ചേച്ചീനെ കിട്ടിയല്ലോ, അതിന്റെ സന്തോഷാണെന്ന്. അപ്പൊ ആ സ്നേഹമൊക്കെ നീ തിരിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് നിന്റെ ആകാശിനും അനിയൻ പിന്നെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്നത്. ഞാൻ 2 ദിവസം കണ്ടായിരുന്നു, കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും മോളെ നല്ലത് വരട്ടെ, നന്നായിട്ട് മീൻസ് സന്തോഷമായിട്ടിരിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. ഇത്ര ദിവസം വിളിക്കാതിരുന്നത് ഇങ്ങനെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിം ഇവിടെ വർക്ക് ചെയ്യില്ലായിരുന്നു, അത് അറിയാലോ, കാശ്മീരിലുള്ള പ്രശ്നം. ഇന്നാണ് സിം എടുത്തത്. ഓക്കെ, പൂനത്തിന് പറയാനുള്ളത് എല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോ 2 ദിവസം ഞങ്ങളും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചവരാണ് ഞാൻ അവരെ കുറ്റം പറയല്ല, അവരുടെ സംസ്കാരം അതാണ്. അതായത് അവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കണക്റ്റഡ് ആണ്. വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തുണ്ട് ഭൂമി അവർക്കില്ല. 1 അല്ലെങ്കിൽ 2 റൂം, പിന്നെ ഒരു ഇടനാഴി. അതാണ് അവരുടെ വീട് എന്ന് പറയുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം അവൾ അവിടെ ചെന്നാണ്, പക്ഷേ ടെറസിലാണ് കിടന്നുറങ്ങിയത്. നിങ്ങൾ കേട്ട് കാണും. അതില് ആകാശ് സ്ഥിരമായിട്ട് ടെറസിൽ കിടന്നുറങ്ങുന്നതാണ്. അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട്, വേറെ ഭൂമി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അവളും അവിടെ കിടന്നുറങ്ങി. കുളിക്കാനാണെങ്കിൽ ആ ഒരു ഇടനാഴി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ 2 സൈഡിലും കർട്ടൻ ഇട്ടിട്ട് ആ ഒരു ഇടനാഴിയിൽ വെച്ചിട്ടാണ് അവർ കുളിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ മടിയായത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞാൽ ടെറസിന് മുകളിലുള്ള വേറെ ആരുടെയോ ബാത്റൂം, അതും ഇതുപോലെ കർട്ടൻ ഇട്ട് മറച്ചാണ് ഞങ്ങൾ കുളിച്ചത്. അപ്പോ എന്താ പറയാ, അത്രയും പരിമിതമായ സൗകര്യങ്ങളും അത്രേ ആ വീട്ടിലുള്ളൂ. പിന്നെ അവരുടെ വേറൊരു സംസ്കാരം, നിങ്ങളെല്ലാരും ആരോ 1-2 പേര് ചോദിച്ചിരുന്നു കമന്റില്, എന്താണ് ആ കുട്ടി മുഖം മറച്ചിരിക്കുന്നത്. അതായത് അവളുടെ ചേട്ടന്റെ ഭാര്യ പ്രീതി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ മുഖം ശരിക്കും ഒന്ന് കണ്ടിട്ടേ ഇല്ല. കാരണം അവരുടെ സംസ്കാരം അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഭർത്താവല്ലാത്ത വേറൊരു പുരുഷന്മാര് അവരുടെ മുഖം കാണാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ മുഖം മറിച്ചിരിക്കും. പിന്നെ അതുമാത്രമല്ല, പ്രായത്തിൽ കവിഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ആര് വന്നു കഴിഞ്ഞാലും
അവരുടെ കാല് ഒഴിഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഇരുന്ന് ഒഴിഞ്ഞു കൊടുക്കണം. പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ എന്താ പറയാ, ഭർത്താവിന്റെ അച്ഛന്റെ മുന്നിൽ ഒന്നും കഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംസ്കാരം, എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്കാരം. നമ്മളെ നാട്ടിലത്തെ രീതിയല്ല ഇവിടെ. അതെന്ന് വെച്ചാൽ അവരങ്ങനെയാണ്, ആ ഒരു നാട്ടിൽ അങ്ങനെയാണ്. അപ്പൊ ആ നാട്ടിൽ തന്നെ ജീവിച്ചു വളർന്ന ഒരു കുട്ടിക്ക് അത് അത്ര ബുദ്ധിമുട്ടാണ്. എന്താണ്, ഞാൻ പ്രീതിയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഇതൊന്ന് രക്ഷപ്പെടണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവള് സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ അവൾ ഇതാണ് കണ്ടുകൊള്ളുന്നത്. അവളുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് ചെയ്തത്, അത് അവളെ പഠിപ്പിച്ചു. അത് അവർക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് മറുപടി വരെ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ പൂനത്തോട്? നമ്മളെ നാട്ടിൽ വളർന്ന പൂനത്തിനോട്, എടി നീ ഇവിടെ നിന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ തലയിൽ തുണി ഇട്ട് നടക്കുന്ന പറഞ്ഞാൽ അവള് കേൾക്കുവോ? എനിക്ക് തോന്നുന്നില്ല അവള് കേൾക്കും. എന്നുവെച്ചാ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സംസ്കാരം. ആ ഓക്കെ. അപ്പൊ പിന്നെ ആ പ്രീതി, എന്താ പറയാ, ഒരിക്കലും പൂനത്തിന് എന്താ പറയാ, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. പിന്നെ ആ കുട്ടി പ്രീതി, അവളുടെ ഒരു എന്താ പറയാ, ഞാൻ ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞപ്പോ ഒന്ന് മുഖം കാണിച്ചോണ്ടില്ല. നമ്മളെ വീഡിയോയിൽ അവള് വന്നിട്ടുണ്ട് മുഖം മറച്ചുകൊണ്ട്. മുഖം കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ നിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞത്, എന്റെ ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടിക്കുന്നതാണ്. അപ്പൊ ഒരു ഫോട്ടോക്ക് പോലും പോസ് ചെയ്യാൻ പറ്റാൻ അധികാരമില്ലാതെ, ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ അധികാരമില്ലാതെ എങ്ങനെയാണ് നമ്മളൊക്കെ അവിടെ ജീവിക്കാൻ പറ്റുക? അപ്പൊ നമ്മളെ കേരളത്തില് വളർന്നു വന്ന നമ്മുടെ കുഞ്ഞാണ് പൂന. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവള് പറഞ്ഞത് കേരളമാണ് നല്ലത്, കേരളത്തിലേക്ക് വരുന്നു, അച്ഛനും അമ്മയും കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞത്. അതില് പൂനത്തിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ വളർത്തുന്ന പിള്ളേർ തന്നെ ഒരുപാട് മോശമാവുന്നവരുണ്ട്, അല്ലേ? നമുക്കറിയാം. അപ്പോ പൂനത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ സംസാരത്തിനോ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലവരായ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും, നല്ലത് പറഞ്ഞു കൊടുക്കാനും, ഇതെല്ലാം നല്ലത്, ഇതാണ് നല്ലത്, ഇത് ശരി, ഇത് തെറ്റെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ നിങ്ങൾ എന്താ പറയാ, ക്ഷമിക്കുക, സ്നേഹിക്കുക. ഞാൻ ഒരു പ്രാവശ്യം അവളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ, അതായത് മധുരയിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഒരു 16-ാം തീയതി അവള് കാസർഗോഡേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണെന്ന്, അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നീ എത്ര നാൾ അവിടെ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കും, എങ്ങനെ നിൽക്കും ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കിപ്പോ ഒരു വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കുറച്ചു നാള് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാശുണ്ടാവും. അപ്പൊ വെറുതെ നിൽക്കുക, ഫ്രണ്ടിന്റെ വീട്ടിൽ വാടക കൊടുക്കണ്ട. അപ്പൊ കുറച്ചു നാള് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാശുണ്ടാവും. അപ്പൊ ആ കാശ് കിട്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ എനിക്ക് വാടകയ്ക്ക് മാറാൻ പറ്റും. അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര നല്ല ഫ്രണ്ട് ആയാലും ഒരാഴ്ച, ഒരു മാസം, 2 മാസം അത് കൂടുതൽ നിൽക്കുമ്പോ എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടാവാം. നമ്മുടെ ബിഹേവിയർ അവർക്ക് ഇഷ്ടപ്പെടാതെ വരാം. ഫ്രണ്ട് മാത്രമല്ലല്ലോ, ഫ്രണ്ടിന്റെ വീട്ടുകാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിന്നെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, അതായത് അവര് പറയാണ് നിന്റെ അടുത്ത് നെഗറ്റീവായിട്ട് പെരുമാറാ, അതായത് നീ വന്നത് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരെ പെരുമാറ്റം ഉണ്ടായാൽ നീ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചേച്ചി എനിക്ക് വേറെ മാർഗമില്ല, ആത്മഹത്യ മാർഗമുള്ളൂ എന്നാണ്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ ഒരുപാട് വിഷമം തോന്നി. ആ ഒരു ആത്മഹത്യ എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടീനെയാണ് നമ്മള് ഒന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും ബാക്കി അനിയനും ചേട്ടനും ഒക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് എത്തിച്ചത്. അത് നമ്മളെ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു, അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇനി അവൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തിരിച്ചു വരാനാണ്. അതിന് ഒരുപാട് റീസൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബോധ്യമായിട്ട് കാണും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, അവൾ ആഗ്രഹിക്കുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനമുള്ള ഒരു ജോലി. അത് സർക്കാർ ജോലിയല്ല. സർക്കാർ ജോലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, PSC കോച്ചിങ് ക്ലാസ്സിന് പോയി പഠിച്ച് ടെസ്റ്റ് ചെയ്ത് ജോലി കിട്ടണം, അത് അവൾ ചെയ്യും. പക്ഷെ അതുവരെ പിടിച്ചു നിൽക്കാൻ അവൾക്കിപ്പോ ഒരു വീടില്ല, ഒരു ജോലിയില്ല. അപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുള്ള ഒരു ജോലി അത് അവൾക്ക് വേണം. അത് നിങ്ങളിൽ ഈ വീഡിയോ കാണുന്നവരും നേരത്തെ വീഡിയോ കണ്ടവരും ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവൾക്ക് പോയി നിൽക്കാൻ ഒരു വീടില്ല. അപ്പോ ചിലപ്പോ 1-2 മാസം അവൾക്ക് വാടക കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല.
എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട് ഒഴിഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒരു 2 മാസത്തേക്ക് അവർക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ചോദിക്കും വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് പറ്റൂലേ എന്ന്. കാണാൻ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾക്ക് തൽക്കാലം അതിന് നിവൃത്തിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നുള്ളൂ. അതുവരെ അവള് അവിടെ പിടിച്ചിരിക്കണം. അടുത്ത മാസം അവള് കേരളത്തിൽ വരുവാണ്. അപ്പൊ എല്ലാരും ആരെങ്കിലും ഒരാളെങ്കിലും അവളെ സഹായിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ പറയാ, അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റട്ടെ. സഹായിക്കാൻ പറ്റിയാൽ തന്നെ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു.